ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇന്ത്യൻ ടീം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ടീമിൽ എല്ലാവരും ഉണ്ടോ? രതീഷ്, സൂര്യകുമാർ യാദവ് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും അവർ ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ്. നാളെയാണ് മത്സരം നടക്കുന്നത് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ. ഒപ്പം തന്നെ ഇന്ന് പരിശീലനമുണ്ട്. രാവിലെ ന്യൂസിലൻഡ് ടീമിന്റെ പരിശീലനമാണ്. 4:30ക്കാണ് ഇന്ത്യൻ ടീമിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനം പറഞ്ഞിരിക്കുന്നത്. സൂര്യകുമാർ, അക്സർ പട്ടേൽ തുടങ്ങിയ താരങ്ങളാണ് അല്പം മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങിയത്. അവർ കോവളത്തെ സ്വകാര്യ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് പ്രത്യേക വാഹനത്തിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി താരങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയത്. ദർശനം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തി പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാ താരങ്ങളെയും സ്വീകരിച്ചു. അവർക്ക് പ്രത്യേകമായ ഉപഹാരങ്ങളും അവരെ നൽകിക്കൊണ്ടാണ് അവർ ക്ഷേത്രത്തിലേക്ക് പോയത്. പ്രത്യേകമായിട്ട് അവർക്ക് ദർശനത്തിന് വേണ്ടി സൗകര്യവും ഒരുക്കിയിരുന്നു. താരങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയായിരുന്നു? സാധാരണ നിലയിലുള്ള ദർശനത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു? താരങ്ങളുടെ ആരുടെയെങ്കിലും പ്രതികരണം ഉണ്ടായോ? രതീഷ്, അങ്ങനെ ആരുടെയും പ്രതികരണമൊന്നുമില്ല. അവർ പെട്ടെന്ന് വടക്കേ നടയിലേക്ക് വാഹനത്തിൽ വന്ന് അകത്ത് ആ നടയുടെ തൊട്ട് മുൻപിൽ വന്ന് ഇറങ്ങി. അവിടെ നിന്നും വേഷം മാറി അതിനുശേഷം ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ അവരെ ഒന്ന് സ്വീകരിച്ച് ക്ഷേത്രത്തിന് അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആ ഭാഗത്തേക്ക് വാഹനത്തിൽ പോകുമ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾ എല്ലാം തന്നെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ താരങ്ങൾ വരുന്നതനുസരിച്ച് കുറേ പേർ കാണുന്നതിന് വേണ്ടി, അവരെ നേരിട്ട് കാണുന്നതിന് വേണ്ടി എല്ലാം തന്നെ വന്നിരുന്നു. ഇനി ഏതായാലും ക്ഷേത്രത്തിലെ ദർശനമെല്ലാം പൂർത്തിയാക്കി അവർ മടങ്ങിയിട്ടുണ്ട്. ഇനി ഏതായാലും പരിശീലനത്തിന് സമയമാണ്. വൈകുന്നേരത്തോടു കൂടി പരിശീലനമുണ്ട്. നാളെയാണ് ഏതായാലും മത്സരങ്ങളെല്ലാം തന്നെ നടക്കേണ്ടത്. പ്രത്യേക ഒരു ക്രമീകരണം ഈ താരങ്ങൾ വരുന്നതനുസരിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. 10 മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിന്റെ നട അടയ്ക്കുന്നത്. അതിനു മുമ്പ് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ താരങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പോലീസിന്റെ അടക്കം ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിലുണ്ടായിരുന്നു.